കൂടിയാട്ടത്തിനെക്കുറിച്ചൊരു ലഘുകുറിപ്പടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2000 വർഷത്തിൽ ഏറെ പഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്ന സംസ്കൃത നാടക നൃത്തരൂപമാണ് കൂടിയാട്ടം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം കൂടിയാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തിൽ നൃത്തത്തിനേക്കാളും പ്രാധാന്യം നൽകിയിരിക്കുന്നത് അഭിനയകലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഈ അവതരണ കലയെ അഭിനയത്തിൻ്റെ അമ്മ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കൂടിയാട്ടം എന്ന പദത്തിനർത്ഥം കൂടിച്ചേർന്നുള്ള അഭിനയം എന്നാണ്. ചാക്യാർ, നമ്പ്യാർ സമുദായങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ക്ഷേത്രകല സാധാരണ അരങ്ങേറുന്നത് കൂത്തമ്പലങ്ങളിലാണ്. പൂർണ്ണ രൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ 41 ദിവസം വേണ്ടിവരും. കൂടിയാട്ടത്തിലെ പുരുഷവേഷം ചാക്യാരും സ്ത്രീവേഷം നങ്ങ്യാരുമാണ് കൈകാര്യം ചെയ്യുന്നത്. ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം എന്നിങ്ങനെ 4 വിധം അഭിനയങ്ങളോട് കൂട്ടിയിണക്കി നൃത്തവാദ്യങ്ങളോട് കൂടിയാണ് കൂടിയാട്ടം അവതരിപ്പിക്കാറുള്ളത്. ആംഗികം എന്താണെന്ന് നോക്കാം. അംഗങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ആംഗികം. ശിരസ് തൊട്ട് പാദം വരെയുള്ള അംഗോപാംഗ പ്രത്യംഗങ്ങൾ എല്ലാം തന്നെ പങ്കുചേർന്ന സർവാംഗ അഭിനയം ആണിത്. വാചികം ഗദ്യ പദ്യഭാഗങ്ങളായാണ് കൂടിയാട്ടത്തിലെ വാചികാഭിനയത്തിൻ്റെ ഭാഗമായിരിക്കുന്നത്. ആഹാര്യം കൂടിയാട്ടത്തിലെ ആഹാര്യത്തെ, അതായത് വേഷം, പച്ച, പഴുക്ക, കത്തി, കരി, താടി തുടങ്ങിയ വേഷങ്ങളിൽ തരംതിരിക്കാം. നായക കഥാപാത്രങ്ങൾക്ക് പച്ചയും പഴുക്കയുമാണ്. രാക്ഷസ കഥാപാത്രങ്ങൾക്ക് കത്തി വേഷം ഉപയോഗിക്കുന്നു. സ്ത്രീവേഷങ്ങളെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ്. വാനര കഥാപാത്രങ്ങൾക്ക് താടി വേഷമാണ്. ബാലിക്ക് ചുവന്ന താടിയും സുഗ്രീവന് കറുപ്പും ഹനുമാന് വെള്ളയും. തമോ ഗുണപ്രധാനികളായ കഥാപാത്രങ്ങൾക്ക് കരിവേഷമാണ് നൽകുന്നത്. സാത്വികം സത്വത്തെ വെളിവാക്കുന്നു. അവ ഒരു കഥാപാത്രത്തിൻ്റെ സ്വഭാവം, അവസ്ഥ എന്നിവ കുറിക്കുന്ന മുഖാഭിനയമാണ്. കവിൾത്തടം, പുരികങ്ങൾ, താടി എന്നിവയെല്ലാം സാത്വികാഭിനയത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. കൂടിയാട്ടത്തിൽ സാത്വികാഭിനയത്തിന് 8 രസങ്ങളാണ് അംഗീകരിച്ചിട്ടുള്ളത്. എല്ലാ രസങ്ങളും ഉത്ഭവിക്കുന്നതും അവസാനിക്കുന്നതും ശാന്തരസത്തിലാണ്. ചടങ്ങുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അരങ്ങുവിധാനം കൂടിയാട്ടം അവതരിപ്പിക്കുന്ന കൂത്തമ്പലത്തിൽ കുലവാഴ, കുരുത്തോല, വെള്ളവസ്ത്രം, പട്ട് എന്നിവ കൊണ്ട് തൂണുകളും മേൽഭാഗവും അലങ്കരിക്കുന്നു. മിഴാവ് ഒച്ചപ്പെടുത്തൽ കൂടിയാട്ടം തുടങ്ങുന്നു എന്ന് അറിയിക്കുന്ന ഒരു ചടങ്ങാണ് മിഴാവ് ഒച്ചപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഗോഷ്ഠി കൊട്ടുക നമ്പ്യാർ മിഴാവ് കൊട്ടുന്ന ചടങ്ങ്. ഗോഷ്ഠി എന്ന വാക്കിന് സഭ എന്നാണ് അർത്ഥം. സഭയെ ഉദ്ദേശിച്ചുള്ള വാദ്യപ്രകടനമാണിത്. അക്കിത്തച്ചൊല്ലൽ നമ്പ്യാർ മിഴാവ് കൊട്ടുന്നതിനനുസരിച്ച് നങ്ങ്യാർ പാടുന്ന ചടങ്ങാണ് അക്കിത്തച്ചൊല്ലൽ എന്ന് പറയുന്നത്. നാന്ദി നിർവഹണം ദേവന്മാരെ സന്തോഷിപ്പിക്കുന്നതിനായി സൂത്രധാര രംഗപ്രവേശം ചെയ്യുന്ന ചടങ്ങ്. ചാക്യാർ അരങ്ങത്ത് വരുന്നതിനെ ക്രിയാനാന്ദി എന്നും ഈശ്വരനെ സ്തുതിക്കുന്നതിന് ശ്ലോകനാന്ദി എന്നും തരംതിരിക്കുന്നു. അരങ്ങുതളിക്കൽ മിഴാവ് കൊട്ടിക്കഴിഞ്ഞ് നങ്ങ്യാർ അണിയറയിൽ നിന്ന് തീർത്ഥജലം കൊണ്ടുവന്ന് അരങ്ങത്ത് തളിക്കുന്ന ചടങ്ങാണ് അരങ്ങ് തളിക്കൽ. നിർവഹണം 1-ാം രംഗത്ത് നടൻ ആദ്യമായി പ്രവേശിക്കുന്ന ചടങ്ങാണ് നിർവഹണം എന്ന് പറയുന്നത്. അടുത്തത് മംഗളശ്ലോകം. കഥാവതരണത്തിനു ശേഷം മംഗളശ്ലോകം ചൊല്ലുന്നത് നായക നടനാണ്. അരങ്ങിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ഷേത്രവളപ്പിൽ കൂത്തമ്പലം എന്ന പേരിൽ പണിതിട്ടുള്ള സഭാമന്ദിരത്തിലാണ് കൂടിയാട്ടം പരമ്പരാഗതമായി അവതരിപ്പിക്കുന്നത്. കൂത്തമ്പലത്തിൽ കുലവാഴ, കുരുത്തോല, നിറപറ, അഷ്ടമംഗല്യം മുതലായ അലങ്കാരങ്ങളോടെ അരങ്ങ് സജ്ജമായിരിക്കും. വലിയ നിലവിളക്ക് എണ്ണ നിറച്ച് രംഗത്ത് കത്തിച്ചു വെച്ചിട്ടുണ്ടാവും. നിലവിളക്കിൽ 3 തിരി കത്തിക്കുന്നു. ത്രിമൂർത്തികളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതാണ് ഈ 3 തിരി. മിഴാവ്, കുഴിത്താളം, ഇടയ്ക്ക, കൊമ്പ്, ശംഖ് എന്നീ ദേവവാദ്യങ്ങൾ ചേർത്തുള്ള മേളമാണ് ആദ്യം. പിന്നീട് വിദൂഷക വേഷം ധരിച്ച് ചാക്യാർ രംഗത്ത് പ്രവേശിക്കുകയും കഥാസന്ദർഭത്തെ വിവരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കഥാപാത്രങ്ങൾ തിരശ്ശീല ചാഴ്ത്തി പ്രവേശിക്കുകയും കഥ ആടുകയും ചെയ്യുന്നു. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്.
യുനെസ്കോ കൂടിയാട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.